ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എങ്ങനെ നല്ല ഷേപ്പിൽ സാരി എടുക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു നല്ല വീതിയിൽ കസവ് വരുന്ന ഒരു ടൈപ്പ് പല്ലുള്ളൊരു സെറ്റ് സാരിയാണുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ ഡ്രൈപ്പ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡ്രൈപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ സാരി നന്നായിട്ട് പ്ലീറ്റ്സൊക്കെ എടുത്ത് വെച്ചിട്ട് അയൺ ചെയ്യും. അതിന് ശേഷമാണ് ഞാൻ ഡ്രൈപ്പ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു നോട്ടിട്ട് വെക്കുന്നുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ ടക്കിങ് ചെയ്യുന്ന ഒരു അറ്റുണ്ടല്ലോ, അവിടെ ഞാൻ ഒരു നോട്ടിട്ട് വെക്കും. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് സാരി നല്ല ടൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ എത്ര ലെങ്ത്തിലാണ് പല്ലു വേണ്ടതെന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് പല്ലു എടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ പ്ലീറ്റ്സ് എടുത്ത് വെക്കുകയാണ്. പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ചെറിയ പ്ലീറ്റ്സാണ് എടുക്കുക. ചെറിയ പ്ലീറ്റ്സാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇനി ചില ആൾക്കാർക്ക് കുറച്ചുകൂടി വീതിയിൽ വേണ്ടി വരും പ്ലീറ്റ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന പ്ലീറ്റ്സ് നല്ല വശവും, സാരീൻ്റെ നല്ല വശവും, അതുപോലെ ഏറ്റവും ലാസ്റ്റത്തെ പ്ലീറ്റ്സ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും ആണ് വേണ്ടത്. ഇനി ബാക്കി പ്ലീറ്റ്സൊക്കെ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെയറിൻ്റെ മുകളിൽ ഈ ഒരു സാരീൻ്റെ അറ്റങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പ്ലീറ്റ്സ് എടുക്കുക. നമുക്ക് എത്ര ലെങ്ത്തിലാണോ പ്ലീറ്റ്സ് വേണ്ടത്, നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം കൂടെ കണക്കാക്കിയിട്ട് വേണം പ്ലീറ്റ്സ് എടുത്ത് വെക്കാൻ. അപ്പം നമുക്ക് എത്ര ലെങ്ത്തിലാണോ പ്ലീറ്റ്സ് വേണ്ടത് അത്രയും ലെങ്ത്തിൽ നമ്മൾ പ്ലീറ്റ്സ് എടുത്തിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത്തിൽ ഞാൻ പ്ലീറ്റ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ താഴത്തേക്കുള്ള പ്ലീറ്റ്സാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് സാരി ഡ്രൈപ്പ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാണ് താഴേക്കുള്ള പ്ലീറ്റ്സ് വരിക എന്നുള്ളത്. പ്ലീറ്റ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അയൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ അയൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ഇപ്പോൾ പല്ലുവിൻ്റെ ഭാഗമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഉൾവശത്ത് ഉള്ളിലുള്ള പ്ലീറ്റ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് അയൺ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ അത് നല്ല ഒതുങ്ങി ഇങ്ങനെ നിൽക്കും. അതായത് സാരി ഇങ്ങനെ ഒന്ന് പൊന്തി നിൽക്കാതെ നന്നായിട്ട് ഒതുങ്ങി നിൽക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടേക്കുള്ള ഭാഗമാണ്. ആ ചെസ്റ്റിൻ്റെ അവിടേക്കുള്ള ഭാഗത്തുള്ള പ്ലീറ്റ്സൊക്കെ ഞാനിങ്ങനെ ഒന്ന് പരത്തിയിട്ട് വെച്ചിട്ടാണ് കേട്ടോ അയൺ ചെയ്യുക. അപ്പോൾ അതാകുമ്പോൾ നമ്മളെ ചെസ്റ്റിൽ ഇതുപോലെ തന്നെ ഇങ്ങനെ ഈ പ്ലീറ്റ്സ് നല്ല ഒതുങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കും. താഴത്തേക്കുള്ള പ്ലീറ്റ്സിൻ്റെ രണ്ടറ്റവും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് അയൺ ചെയ്യാനും എളുപ്പമാണ്, അതുപോലെ സാരി ഒന്ന് ഒതുങ്ങി നിൽക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ സാരീൻ്റെ ഈ ഒരു താഴത്തേക്കുള്ള പ്ലീറ്റ്സ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഓരോ പ്ലീറ്റ്സിൻ്റെ അറ്റവും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന രീതിയിൽ വേണം പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടി. അതാകുമ്പം ഒന്ന് പ്ലീറ്റ്സ് ഇങ്ങനെ ഒന്ന് പരന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാരി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഹാങ് ചെയ്ത് വെക്കുകയും ചെയ്യുക. അതാകുമ്പം ചുളിവുകളൊന്നും വരാതെ തന്നെ നമുക്ക് സാരി ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. സാരി ഡ്രൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഡ്രസ് സ്കേർട്ട് നല്ല ടൈറ്റായിട്ട് വേണം കേട്ടോ കെട്ടാൻ. എത്രത്തോളം ടൈറ്റ് ആക്കാൻ പറ്റുന്നോ അത്രത്തോളം ടൈറ്റ് ആക്കാം. എന്നാലേ നമ്മളെ സാരിയും നല്ല ടൈറ്റിൽ നിൽക്കുള്ളൂ. അതുപോലെ തന്നെ സാരി നന്നായിട്ട് ഇങ്ങനെ വലിച്ചിട്ട് വേണം ഉടുക്കാൻ. അതാകുമ്പോൾ നമ്മളെ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പല്ലു എത്ര ലെങ്ത്തിലാണോ വേണ്ടത് അത്രയും നോക്കിയിട്ട് അവിടെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഷോൾഡറിൻ്റെ ബാക്കിലേക്ക് ആക്കിയിട്ട് വേണം പിൻ ചെയ്യാൻ. അതാകുമ്പം ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കില്ല കേട്ടോ മുന്താണി. അതുപോലെ തന്നെ നമ്മളെ ബെല്ലിപ്പട്ടൻ്റെ താഴെയായിട്ട് വേണം നമ്മൾ ഈ ചുറ്റി വരുമ്പം ഉള്ള ഒരു അറ്റുണ്ടല്ലോ അത് പിൻ ചെയ്ത് വെക്കാൻ. അതിന് ശേഷം വേണം നമ്മൾ താഴേക്കുള്ള പ്ലീറ്റ്സ് അങ്ങനെ സെറ്റ് ചെയ്യേണ്ടത്. ഈ താഴേക്കുള്ള പ്ലീറ്റ്സ് നമ്മൾ ഓൾറെഡി പ്ലീറ്റ്സ് എടുത്ത് വെച്ചതുകൊണ്ട് ഇങ്ങനെ ആദ്യം ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ടക്കിങ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ പുറത്തേക്ക് നിൽക്കുന്ന ഈ പ്ലീറ്റ്സൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പിലൂടെ നന്നായിട്ട് വലിച്ചിട്ട് ഒരു പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്യുക കേട്ടോ. ഇനി ഈ ഒരു ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇങ്ങനെ ബാക്കിലേക്ക് ആക്കിയിട്ട് വലിച്ചിട്ട് ഇതുപോലെ ടക്കിങ് ചെയ്തിട്ട് അവിടെ ഒരു പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്യുക കേട്ടോ.
ഇനി മുകളിലേക്കുള്ള പ്ലീറ്റ്സൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മൾ പിൻ ചെയ്ത് വെച്ച ആ ഒരു പിന്ന് അഴിച്ചിട്ട് നന്നായിട്ട് സാരി വലിച്ചിട്ട് ഈ പ്ലീറ്റ്സൊക്കെ ശരിയാക്കിയതിന് ശേഷം അവിടെ പിൻ ചെയ്തിട്ട് സെക്യൂർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലൗസൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് സാരി ഇതുപോലെ ഡ്രൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ സാരി ഡ്രൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.